ഞാനിങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നമ്മുടെ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടായത്. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഈ ഫേസ് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അപർണ. ഞാനിവിടെ ഈ ചാനലിൽ ഞങ്ങളുടെ ലൈഫിൽ യൂസ്ഫുള്ളും പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതായത് ലൈഫ് സ്റ്റൈലും ഫാഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്ളോഗ്സും ഹോൾസും പിന്നെ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് എല്ലാം കൂടി നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാർട്ട് 2 വീഡിയോ ആണ്. മൈ ഹെയർ ഗ്രോത്ത് ജേർണിയുടെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നട്ട്ഷൽ വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല. ഇത്തരം ആ ഒരു 3 years ജേർണിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിലെന്താ ഞാനിപ്പോൾ ഇത്ര പേർക്ക് ഷെയർ ചെയ്യണേന്ന്. അത്ര കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രം ലെങ്ത് വച്ചിട്ടുണ്ടെങ്കിലുള്ളൂ. അതിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഓൾറെഡി അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ട് 1 കാണുക. അതിൽ ഞാൻ 4 points ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഓരോന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും ഇൻ ബിറ്റ്വീൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഹെയർ ജേർണി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഈ ഉള്ള ഒരു ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആണെന്നല്ല, എന്നാലും കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഉള്ള മുടിനെ എന്തെങ്കിലും കൊണ്ടൊക്കെ പരിപാലിച്ചിട്ട് ഇഷ്യൂസിനെയൊക്കെ മാറ്റി നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു ബോബിൽ നിന്ന് ഇത്രം എത്താനുള്ള ആ ഒരു ജേർണി ഭയങ്കര ചലഞ്ചിങ്ങും ഡിഫിക്കൽട്ടുമായിരുന്നു കേട്ടോ. ഞാൻ ഇത്രം ലെങ്ത് വെക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോക്കി കാണുമ്പോൾ ആസ് ഇൻ ലൈക്ക് 2021 എനിക്ക് കാണുമ്പോൾ എനിക്കിതിനെ 3 പാർട്സ് ആയിട്ട് തിരിക്കാനാണ് താല്പര്യം. ബിഫോർ പ്രഗ്നൻസി, ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി. മുടി ഇത്ര വളരാൻ പ്രഗ്നൻസി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്തായാലും എനിക്ക് എൻ്റെ ആ ഒരു ജേർണി രണ്ടും കൂടി ഒരുമിച്ചായി പോയി. പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ആ ടൈം, ബേബി ഏറ്റവും കൂടുതൽ ലെങ്ത് വെച്ചിരിക്കുന്ന ആ ടൈമിലാണ്. നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ അറിയാം. ബേബിനെ പിടിച്ചോണ്ടിരിക്കണ ആ ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുടി വളർന്നേക്കണത്. അപ്പോൾ ബിഫോർ എന്ന് പറയുമ്പോൾ 2017 ആണ് ഞാൻ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടിങ്ങനെ പിടിച്ചു നിൽക്കണതില്ല. അത് ഞാൻ ഹെയർ ഡൊണേഷൻ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്താണ്. അതിൽ എലിവാല് പോലെയല്ലേ മുടി കിടക്കണത്. എനിക്ക് അപ്പോൾ ലെങ്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു എന്താ പറയുക 2016 ചിക്കൻ പോക്സ് വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. എന്താ അൺസഹിക്കബിൾ ആയിട്ടുള്ള ഹെയർ ഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചു വെറുതെ വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ കാര്യമില്ല, എന്തായാലും ഷോർട്ട് ആക്കാം, പിന്നെ ഇനി നല്ലത് വരുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ട്രെൻഡ് ആയിരുന്നപ്പോഴാണ് അണ്ടർ കട്ടൊക്കെ ചെയ്യുമ്പോൾ അത് എൻ്റെ ഒരു ഭയങ്കര എനിക്ക് വേണം എന്നുള്ള പിടിവാശിയിലൊക്കെ ചെയ്തതാണ് കേട്ടോ. അത്രയും ഭാഗം ഷേവ് ചെയ്തൊക്കെ കളയും. അപ്പം അത്രയും ഹെയർ പോയി. ഒട്ടും തിക്നെസ് ഇല്ല കേട്ടോ, ഒട്ടും ഹെയർ ഇല്ല. ഈ ബോബ് കിടക്കുമ്പോഴും മോളിൽ നിന്ന് ഇങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ. അടി ഇങ്ങനെ പൊക്കി നോക്കിയാലേ കാണുള്ളൂ അണ്ടർ കട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ മുടിനെ ശ്രദ്ധിക്കാറെന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, മുടി വളരൂല, വെട്ടിക്കഴിഞ്ഞാൽ വളരും, അങ്ങനെയാണല്ലോ നമുക്ക്. അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുക, വീക്ക്ലി ത്രൈസ് ഒക്കെ ആയിട്ട് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത്. ഷാംപൂ എന്ന് പറയുമ്പോൾ ഫുൾ കെമിക്കൽസ്, പാരബൻസും സൾഫേറ്റ്സും ഒക്കെ നിറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ലേ അങ്ങനത്തെ ഷാംപൂ. ഇങ്ങനെ മാറി ഒരെണ്ണത്തിൽ നിൽക്കാണ്ട് മാറിയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, ഒട്ടും ലെങ്ത് വയ്ക്കേണ്ട. അവിടെ തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സും ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കട്ടോ, ഒരു മാറ്റം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെയും ഇങ്ങനെ ഭയങ്കര ടെൻഡൻസിയാണ് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2018 പിന്നെയും ഞാൻ പാർലറിൽ പോയിട്ട് ഇത്തരം ലോങ് ബോബോ അങ്ങനെ എന്തോ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് അപ്പം ഇതാണ് 2018 സ്റ്റാർട്ടിങ് ഒക്കെയാണ് ലൈക്ക് എനിക്ക് ബിഫോർ പ്രഗ്നൻസി എന്നുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഇത്രയും ഇഷ്യൂസ് നിറഞ്ഞു നിൽക്കാട്ടോ. എനിക്ക് ഒട്ടും മുടിയില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ബാക്കിലേക്ക് ഒട്ടും ഇല്ല കേട്ടോ. അത് പൊക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഷേവ് ചെയ്തേക്കുന്നോണ്ട് അവിടെ മുടിയേ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് 2018
പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഡ്യൂറിങ് പ്രഗ്നൻസി ആ ഒരു ടൈമിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ഇതിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഹെയർ ഓയിൽ ഇടുന്ന കാര്യവും, അതുപോലെ മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ താളി യൂസ് ചെയ്യുന്ന കാര്യവും, പിന്നെ ഡയറ്റിൻ്റെ കാര്യവും, സ്ട്രെസ്സും. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് മെയിൻ ഫാക്ടേഴ്സ്. എന്താ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയണേ, ഈ ഇത്ര 4 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആ ഒരു ഇത്രം ഉണ്ടായിരുന്ന ഒരു ഹെയറിനെ ഇത്രം എത്തിച്ചത് കേട്ടോ. ഐ മീൻ ആ ഡ്യൂറിങ് പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി, ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലൊക്കെ. ആക്ച്വലി ശരിക്കും പോസ്റ്റ്മോർട്ടം പീരീഡിലും ആ സമയത്തൊക്കെയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ആ ടൈമിൽ ഹെയർ ഫോളേ ഉണ്ടായിരുന്നില്ല, ഡാൻഡ്രഫ് ഉണ്ടായിരുന്നില്ല, നല്ലോണം ലെങ്ത് വെക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോ എടുത്തെടുത്ത് പറയണത്. ഒന്ന് ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെയറിൽ ഓയിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഇടാൻ പറ്റുമോ അത്രയും ദിവസം ഇട്ടാൽ നല്ല കാര്യമാണ്. ആ ഒരു ടൈമിലായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, വർക്ക് ചെയ്തിരുന്നില്ല എന്ന് വെച്ചാൽ അപ്പോൾ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ഫോട്ടോ എടുക്കലില്ല, വീഡിയോ എടുക്കലില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴാണല്ലോ കൂടുതൽ ഇതൊക്കെ നോക്കുമ്പോൾ ഫുൾ ഷാമ്പൂ ഒക്കെ ഇട്ട് ഭയങ്കര പർത്തിയൊക്കെ വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നും അപ്പം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫുൾ എണ്ണ തേക്കുകയാണെങ്കിൽ എണ്ണ കളയാറൊന്നുമില്ല, ആ മുടിയിൽ തന്നെ വെക്കും. അല്ലെങ്കിൽ കളയണമെന്നുള്ള ദിവസമാണെങ്കിൽ താളി ഇട്ടിട്ട് കളയാണ് ചെയ്യണത്. അപ്പൊ ഹെയർ ഓയിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്ര ദിവസം ഹെയർ ഓയിൽ ചെയ്യാൻ പറ്റുമോ അത്ര ദിവസം ചെയ്യാം. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 days എങ്കിലും, ത്രൈസ് എങ്കിലും, ലൈക്ക് മിനിമം അത്രയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ ഒരു 3 ദിവസം അല്ലെങ്കിലും ഒരു ദിവസമെങ്കിലും അതൊരു ഹോട്ട് ഓയിൽ മസാജ് ആയിരിക്കും. ഹോട്ട് ഓയിൽ നമുക്കറിയാമല്ലോ, ഡബിൾ ബോയിലിങ്ങിൽ ചൂടുവെള്ളമുള്ള പാത്രത്തിലേക്ക് വേറെ പാത്രം ഇറക്കി വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ പെരട്ടേണ്ടത്. ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്യണം. നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനോട് സിബ്ലിങ്സിനോടൊക്കെ പറയും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് വൺ മാറി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. TV കാണുന്ന സമയത്തോ ഇപ്പൊ നെറ്റ്ഫ്ലിക്സും ഓൾ ദോസ് തിങ്സ് ഒക്കെ ഇല്ല, അത് കാണുന്ന ടൈമിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഇടുമ്പോൾ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കും. അതല്ല, നിങ്ങൾക്ക് എണ്ണ ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ എണ്ണ വേണ്ട, ജസ്റ്റ് ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അത്രേ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമ്മുടെ ആ ഹെയർ ഫോളിക്കിൾസ് ക്യൂട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്നായിട്ട് പുതിയ ഹെയർ ഫോളിക്കിൾസ് വന്നിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കും. അപ്പം അങ്ങനെയും ചെയ്തു നോക്കുക. എണ്ണ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. എണ്ണ എന്ന് പറയണത് കോക്കനട്ട് ഓയിലോ, നിങ്ങൾക്ക് ഏതാ ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലോ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറ് വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ കാച്ചിയ എണ്ണയാണ്. അത് കുറേ നാളായിട്ടുള്ളതാണ്, ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ കറിവേപ്പിലയും ഈ അലോവേര പിന്നെ കയ്യുണ്യം അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ, അതെല്ലാം കൂടി ഇട്ടിട്ടുള്ള കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ ആ ടൈമിൽ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും ചെയ്തിരുന്നു. പിന്നെ ഇനി അത് വാഷ് ചെയ്ത് കളയണത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വാഷ് ചെയ്ത് കളയണമാണല്ലോ. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഷാംപൂ നിങ്ങൾ ഏതാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ കുറച്ച് നാളത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ സ്വിച്ച് ഓൺ വേറെ ബ്രാൻഡ്സ് ട്രൈ ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ഒറ്റ ബ്രാൻഡിനെ ഇവിടെ സജഷനിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ താളി പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ എന്തായാലും കാണാൻ പറ്റും. അത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൺലൈൻ അങ്ങനെയായിട്ടും മേടിക്കാൻ കിട്ടും തോന്നുന്നു, ഹെർബൽ ഷാംപൂ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ താളി പൗഡർ ആയിട്ടും ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അതിനെക്കാട്ടും ഒക്കെ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ജോലിക്കൊക്കെ ഇനി പോവാൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ മേടിച്ചാലും മതി. അപ്പോൾ അത് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ ഞാൻ പറയാ, നമുക്ക് ആഴ്ചയിൽ ഇപ്പോൾ 3 days ആണ് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ പുറത്തേക്കൊക്കെ പോകേണ്ടത് വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ താളി യൂസ് ചെയ്യാം. പിന്നെ ഓഫീസിലേക്കൊക്കെ പോകുന്ന ടൈം ആണെങ്കിൽ ആ ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾ മാറി ഏതാണ് സ്യൂട്ട് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യാം. വീട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ട്രാവലിംഗ് ഒന്നും അധികമില്ല. നമുക്ക് ട്രാവലിംഗ് ഉള്ള എപ്പോഴാണ് ഈ ഒരു പൊല്യൂഷനും
ഡസ്റ്റ് കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവണുള്ളൂ. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് താളി യൂസ് ചെയ്യുക, ചെമ്പരത്തി താളി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ഒന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ട്, ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ യു ഗൈസ് യൂസ് ഷാംപൂ യൂസ് ചെയ്യുക. ബാക്കി റിമൈനിങ് ഡേയ്സ് നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഷാംപൂവിൻ്റെ ആവശ്യമില്ലല്ലോ. സ്കാൽപ്പ് ക്ലീൻ ആവുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആകും. എണ്ണ തേച്ച് കുളിച്ചിട്ടുള്ളതാണെങ്കിലും താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ കഴുകേണ്ട വിധത്തിൽ കഴുകി കഴിഞ്ഞാൽ സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആയിക്കോളും. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ ഒരു പ്രഗ്നൻസി ടൈമിലും ആ ഒരു ബേബിയൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഹെയറിൽ നല്ലോണം ഓയിൽ ഇടുക, അതുപോലെ തന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഫേസ് അല്ല, ഹെയർ പാക്കും ഹെയർ മാസ്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ ഭയങ്കര എന്താ പറയുക, കുറേ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പണിപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനമല്ല. ഉണ്ടാക്കിയ ഇൻ ദ സെൻസ് നമ്മൾ ഇതിനു വേണ്ടി വളരാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. അത് ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ ആ നാച്ചുറലി അതങ്ങനെ ആയി. അതാണ് ഞാൻ ഒരു ഹെയർ ഗ്രോത്ത് ജേർണി, ലൈക്ക് ഹൗ ടു ഗ്രോ നാച്ചുറൽ ഹെയർ നാച്ചുറലി എന്ന് ഞാൻ അതിനോട് മെൻഷൻ ചെയ്തത്. ഇപ്പം നോക്കുമ്പോഴാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ആ ഒരു രീതിയിൽ പോയപ്പോൾ ഇത്രയും ലെങ്ത്തിൽ വളർന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എടുത്ത് പറയാനുള്ള ഈ കാര്യങ്ങൾ 2 മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അലോവേറ. വീട്ടിൽ നല്ലോണം അലോവേറ ഉള്ളതുകൊണ്ട് അലോവേറയുടെ ജസ്റ്റ് ആ മുളതൊലി പറിച്ചിട്ട് ഇങ്ങനെ തലയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അത് എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ മൂഡ് വരെ തോന്നണം. അപ്പം നമുക്കറിയാമല്ലോ, ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഒക്കെ അല്ലേ, മൂഡ് അല്ലാതെ വേറെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. നമുക്കിതിന് കെയർ കൊടുക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് മാത്രം ചെയ്യും. പിന്നെ ആ ചെമ്പരത്തി താളിയില്ലേ, ചെമ്പരത്തി താഴെ ആ പൊടിയാണല്ലോ, അത് വെള്ളത്തിന് മിക്സ് ചെയ്യുന്നതിന് പകരം എന്താ നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിനൊക്കെ കുറിച്ച് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവുമല്ലോ മുടിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നേരെ വാഷ് ചെയ്യുന്നതിന് പകരം അത് ഈ താളി തന്നെയാണ് ആക്ച്വലി ഒരു മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാറ്, പാക്കായിട്ട് യൂസ് ചെയ്യാറ്. അത് താളിയിൽ പെരട്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഹാർഡ്ലി നിൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് ജസ്റ്റ് തന്നെ വേറെ പിന്നെ ഷാമ്പൂ ഇട്ടിട്ടൊന്നും വേറെ ഒന്നും വാഷ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം സ്കാൽപ്പിനെ റബ്ബ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അലോവേറയും ഈ ഒരു കഞ്ഞിവെള്ളവും മാത്രമാണ് ആ ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തേക്കുന്നതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഒരു ഇത്തിരി തേനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കേടോ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആ ടൈമിൽ. ആകെ ഇപ്പൊ ഞാൻ പറഞ്ഞ അലോവേറയും കഞ്ഞിവെള്ളവും കേടും ഹണിയും ഇതെല്ലാം ഒരുമിച്ചല്ല, പല ഇതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിലും മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡയറ്റ് ആണ്. ഡയറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കാരണം നമ്മളിത് വായിക്കുകയും ആർട്ടിക്കിൾ അല്ലെങ്കിൽ കുറെ പേരൊക്കെ പറയണൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അധികം വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇത് ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്തതല്ല, ഞാൻ ബേബിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും പക്ഷെ അത് എനിക്ക് കാണാൻ കിട്ടിയത്, ഐ മീൻ ബേബിയിലും കണ്ടു ഹെയറിലും കാണാൻ വിസിബിൾ ആയിരുന്നു. എനിക്കിപ്പോൾ വിസിബിൾ ആണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെജിറ്റബിൾസ്, പാല് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നല്ലോ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ പറയുമ്പോൾ ലൈക്ക് ലീഫി വെജിറ്റബിൾസ്, ചീര കഴിക്കുക, മുരിങ്ങയില കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. ഭയങ്കര ഡിഫറൻസ് നിങ്ങളുടെ ഹെയറിൽ പുതിയ ലൈക്ക് ഹെയർ ഗ്രോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, എല്ലാത്തിനും പ്രോട്ടീൻ ആണല്ലോ മെയിൻ ഘടകം. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് അങ്ങനെ ആ ഒരു സോഴ്സിൽ നിന്ന് കിട്ടും. അതല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ദാലും പൾസസും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഡയറ്റ് ഭയങ്കര ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. ഗ്രോത്തിന് എന്തായാലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വെള്ളം കുടിക്കേണ്ടതും ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഒട്ടും സ്ട്രെസ് അല്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പീരീഡ് ആയിരുന്നു ആ ഒരു പ്രഗ്നൻസി പീരീഡ്.
ടിൽ 7 months. അത് കഴിഞ്ഞ കഥ വേറെ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെയറിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മുടീനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ വറീഡ് ആവാണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മുടി ഗ്രോ ചെയ്യും. അപ്പൊ ഈ ആ ഒരു ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ എനിക്ക് ഇത്ര കാര്യങ്ങളാണ് എടുത്ത് പറയാൻ. അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്ററിന്റെ കാര്യം പറയണേ, എൻ്റെ അമ്മയെ ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. ആഫ്റ്റർ എന്താണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 2020 ടൈമില്, ലാസ്റ്റ് ഇയറിൽ തൊട്ടുള്ള ടൈമിൽ ഒട്ടും കെയർ കൊടുക്കാനില്ല. കാരണം ബേബി ഓൾറെഡി അപ്പത്തേക്കും നടക്കാൻ ഉള്ള ഇതായി. അപ്പൊ ഭയങ്കര കുസൃതി വികൃതിയൊക്കെ ആയി. മുടി ഇത്ര അല്ലെങ്കിൽ കുറച്ച് ഉണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും കെട്ടി വയ്ക്കും. ചിലപ്പോൾ 2-3 ദിവസമൊന്നും ഹെയർ വാഷ് ചെയ്യാറേ തന്നെ ഇല്ല. പിന്നെ ഷാംപൂ, പഴയ ഷാംപൂസിലേക്കൊക്കെ തന്നെ പോയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് ഒക്കെ ഉള്ള ഷാംപൂസിലേക്കൊക്കെ പോയി. പിന്നെ ഓയിലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഡയറ്റ് പിന്നെ അത് കഴിഞ്ഞൊക്കെ കഴിയുമ്പോൾ പിന്നെ അവന്നെ വണ്ണം കുറയ്ക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു തോന്നുന്നു 2020. അപ്പൊക്കെ ഫുഡൊന്നും കഴിക്കാറേ ഇല്ല. അപ്പൊ അത് പിന്നെ ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി 2020 ഒരു മിഡൊക്കെ ആയപ്പോൾ തൊട്ട്. എല്ലാം ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, ഡ്രാൻഡ്രഫ് ഉണ്ട്. സ്റ്റിൽ ഐ എം ഹാവിങ് ലെങ്ത് ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസമാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പം എടുത്ത് കാണുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് നിങ്ങളോട് എനിക്ക് ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ആ 4 things ഇല്ലേ, ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ ഹെയറിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഹെയർ ഓയിൽ ചെയ്യണ കാര്യവും, മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ താളി യൂസ് ചെയ്യണതും, പിന്നെ ഡയറ്റ്, നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള ഡയറ്റ്, വെള്ളവും ധാരാളം കുടിക്കുക. പിന്നെ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ലൈഫ് പറ്റിയില്ലെങ്കിലും സ്റ്റിൽ നമുക്ക് കുറച്ചിട്ടുള്ള ആ ഒരു ലൈഫ് കൂടുതൽ നിങ്ങൾക്ക് വല്ല മെഡിറ്റേഷനോ ബാക്കി നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ട്രൈ ചെയ്യുക. അപ്പം ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഡാൻസിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ അതിൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഹെയറിൽ എന്തായാലും ഫീൽ ചെയ്യൂടെ. എനിക്കത് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ മെയിൻ കാര്യങ്ങൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും മിസ്സായി പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇത്രയൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കൂടി അത് മനസ്സിലാവുള്ളൂ. ഭയങ്കര ലൈക്ക് ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ കുറേ മുടി, ഭയങ്കര തിക്നെസ് ഉള്ള മുടിയൊന്നുമല്ല. പക്ഷെ എനിക്ക് ഈ ഒരു ബോബിൽ നിന്നും ഇത്തരം വരെ എത്തിയതിലുള്ള ആ ഒരു ജേർണിയാണ് നിങ്ങളോടായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇൻ ബിറ്റ്വീൻ ഹെയർ കട്ടും അങ്ങനെയൊന്നും ഇല്ലാണ്ട്. പിന്നെ ഹെയർ കട്ട് ചെയ്യണതിൻ്റെ കാര്യം എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ കട്ട് ചെയ്യൽ ഞാൻ 2018 ആ ഇത്തരം ബോബായിട്ട്. പിന്നെ ഞാൻ 2018 കറക്റ്റ് ഞാൻ മാർച്ചോ ഏപ്രിലോ ആ ടൈമിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2019 എനിക്ക് കറക്റ്റ് ഓർമ്മ, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലാണ് ഞാൻ ജസ്റ്റ് ട്രിം ചെയ്ത് വിട്ടതും സൈഡിലെ ബാങ്ക്സ് ചെയ്യുകയും ചെയ്തത്. അത് 2019 കേട്ടോ. 2019 അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോക്ക്ഡൗൺ വന്നു, പിന്നെ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് 2020 എനിക്ക് അത്ര ഓർമ്മയില്ല, 2020 പോയിന്ന് തോന്നുന്നു. അത് 2021 ഞാൻ 2021 റീസെന്റ് ഫെബ്രുവരിയിൽ എങ്ങാണ്ട് പോയിന്ന് തോന്നുന്നു. പിന്നെ അപ്പോഴാണ് കട്ട് ചെയ്യണത്. ഇൻ ബിറ്റ്വീൻ ഞാൻ വീട്ടിലൊന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ല. സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെ ജസ്റ്റ് 3 or 6 months കൂടുമ്പോൾ ട്രിം ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്താലേ മുടി വളരുള്ളൂ എന്നുള്ളത് എൻ്റെ കയ്യിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. കട്ട് ചെയ്യാണ്ടേ തന്നെയാണ് ആ ഒരു 1 year ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തത്. ലെങ്ത് വെച്ചത് ശരിക്കും ആ ഒരു 2019-2020 ആ ഒരു ടൈമിലാണ് ഉണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പം തന്നെ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്ത് നോക്കുക ഹെയറിലേക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് എന്നോട് ഷെയർ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഡൗട്ട് ഒക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും. അതെല്ലാം പേഴ്സണലി ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് DM ചെയ്യാം. ഞാൻ ഇൻസ്റ്റഗ്രാം ID കൊടുക്കുക, അതിൽ DM ചെയ്യാലും ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയണത് പോലെ കീപ് സ്മൈലിംഗ്,
സ്പ്രെഡ് ഹാപ്പിനെസ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും ആ ഒരു വൈബ് കിട്ടട്ടെ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടട്ടെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.